മെൻറ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എ സി ഫണ്ടമെൻ്റൽസ് ആണ്. ഓക്കെ, അപ്പം എ സി ഫണ്ടമെൻ്റൽസിൽ നമുക്ക് ജനറേഷൻ തൊട്ട് എ സി വോൾട്ടേജ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു, അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസും ടെർമിനോളജീസും കുറച്ച് ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എ സി സർക്യൂട്ട്സ് നോക്കാനുണ്ട്, സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് കണക്ഷൻസും നോക്കാനുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസും അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസും കൂടെ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ സി ഫണ്ടമെൻ്റൽസിൽ ഫസ്റ്റ് ടോപ്പിക് ജനറേഷൻ ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ജനറേഷൻ ഓഫ് എൻ എ സി വോൾട്ടേജ്. എങ്ങനെയാണ് ഒരു എ സി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ജനറേഷൻ ഓഫ് എ സി വോൾട്ടേജ്. ഓക്കെ, ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഓക്കെ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേസ് ലോ ഓഫ് electromagnetic induction. ഓക്കെ, എന്താ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്? ഒരു കോയിലുണ്ട്, അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ വെക്കുകയാണ്. എന്നിട്ട് ആ കോയിലിൽ നമ്മൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും അല്ലേ? നമ്മുടെ ജനറേറ്ററും അതേപോലെ നമ്മുടെ ജനറേറ്ററിൻ്റെ ഒക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അത് തന്നെയാണ്. എന്ത് ജനറേറ്റർ ഓഫ് എ സി വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കണ്ടക്ടറിനെ കടുത്ത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആ കണ്ടക്ടറിൻ്റെ മേലെ തട്ടുന്ന ഫ്ലക്സ് എന്ത് ചെയ്യും? ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കണ്ടക്ടറിൻ്റെ മേലെ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പം ആ കണ്ടക്ടറിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നു പഠിച്ചു നമ്മൾ? ഫാരഡേസ് ലോ. അതാണ് ഫാരഡേസ് ലോ അല്ലേ? എന്താണ്? whenever flux linked with a conductor changes, അല്ലെങ്കിൽ coil changes, a voltage is induced in the conductor. അതാണ് ഫാരഡേ പറഞ്ഞത്. ഓക്കെ, അതായത് ഫാരഡേക്ക് ഫസ്റ്റ് ലോയും ഉണ്ട്, ഫാരഡേക്ക് സെക്കൻഡ് ലോയും ഉണ്ട്. രണ്ട് ലോ ആണ് അല്ലേ? ഫാരഡേസ് ലോസ് ആണ്. ഫാരഡേസ് ഫസ്റ്റ് ലോ ആൻഡ് ഫാരഡേസ് സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോ എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് ലോയിലാണ് ആൾ പറഞ്ഞത് എന്താണ്? വെനെവർ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കണ്ടക്ടർ ചേഞ്ചസ് എൻ ഇ എം എഫ് ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ. ഓക്കെ, വെനെവർ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കണ്ടക്ടർ ചേഞ്ചസ്, ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കണ്ടക്ടർ ചേഞ്ചസ്, ഒരു കണ്ടക്ടറിൻ്റെ മേലെ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എ വോൾട്ടേജ് ഇസ് ഇൻഡ്യൂസ്ഡ്, എ വോൾട്ടേജ് ഇസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ. അതാണ് ഫാരഡേ ഫസ്റ്റ് ലോയിൽ പറഞ്ഞത്. ഓക്കെ, ഇനി ഫാരഡേ സെക്കൻഡ് ലോ എന്താണ്? ഈ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ? ഇനി സെക്കൻഡിൽ എന്താണ് പറയുന്നത്? ആ ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജ് എങ്ങനെയായിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് വിൽ ബി പ്രപ്പോർഷണൽ ടു വാട്ട്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്, ഇപ്പം ഇ ആണ് ഞാൻ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നെങ്കിൽ ഇ വിൽ ബി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് n നമ്പർ ഓഫ് ടേൺസിൽ ഒരു കണ്ടക്ടർ ആണെങ്കിൽ n × 5 ആണ് ഫ്ലക്സ് എങ്കിൽ n × 5 ആയിരിക്കും എന്ത്? റേറ്റ് ഓഫ് ചേഞ്ച്. ആ റേറ്റ് ഓഫ് ചേഞ്ചിന് പ്രപ്പോർഷണൽ ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും നമുക്ക് പറയാം. ഓക്കെ, വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് അതിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും എന്നാണ് രണ്ടാമത്തെ ലോയിൽ പറഞ്ഞത്. വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതാണ് നമ്മളെ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലോ. ഓക്കെ, അപ്പം ഏറ്റവും ബേസിക് ആയിട്ട് എങ്ങനെ ഒരു എ സി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വേർഡിൽ നമുക്ക് ഉത്തരം പറയാം. എന്താണ് യൂസിങ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു കണ്ടക്ടർ ഉണ്ടാവും, അത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യും. ആ കണ്ടക്ടറിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ആ കണ്ടക്ടറിൽ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനകത്തൊരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇൻഡക്ഷൻ. ഓക്കെ, വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ആ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗിവൺ ബൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുമ്പോൾ ആ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിൽ ലിങ്ക് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സിനെയാണ് നമ്മൾ ഫ്ലക്സ് ലിങ്കേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫാരഡേ തന്നു. ഫാരഡേസ് ലോൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്നതാണ് ലെൻസസ് ലോ. ഓക്കെ, ലെൻസസ് ലോ എന്താണ് പറയുന്നത്? ഈ കൊടുത്തിരിക്കുന്ന
ഉണ്ടാവുന്ന വോൾട്ടേജ് പറഞ്ഞു അല്ലേ. ഈ വോൾട്ടേജ് കാരണം നമുക്കൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ലെൻസസ് ലോ പറഞ്ഞത്. അതായത് നമുക്ക് ഈ കണ്ടക്ടറിനകത്ത് കണ്ടക്ടർ സ്റ്റേബിളായിട്ട് നിൽക്കുമായിരുന്നു. ആ കണ്ടക്ടറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ ആ കണ്ടക്ടറിൻ്റെ മേലെ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്തത് കൊണ്ടാണ് അവിടെ എന്തുണ്ടായത്, ഒരു വോൾട്ടേജ് ഉണ്ടായത് അല്ലേ. ആ വോൾട്ടേജാണ് ആരെ ഉണ്ടാക്കിയത്, ഒരു കറണ്ടിനെ ഉണ്ടാക്കിയത്. ഓക്കെ, ഇനി ആ കറണ്ടിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കും എന്നറിയോ. ആ കറണ്ടിൻ്റെ ഫ്ലോ എപ്പോഴും അതിൻ്റെ റീസണിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഓക്കെ, എന്താണോ ആ കറണ്ടിന് ഉണ്ടാക്കിയത് ആ റീസണിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാവുക. അതായത് ഇവിടെ എന്ത് കാരണമാണ് കറണ്ട് ഉണ്ടായത്, ഈ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് കാരണമാണ്. ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിന് ആരാണ് ഉണ്ടാക്കിയത്, റൊട്ടേഷനാണ് ഉണ്ടാക്കിയത് അല്ലേ. അപ്പോൾ ആ റൊട്ടേഷനെ ഒപ്പോസ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ആരുണ്ടാവുക, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ലെൻസസ് ലോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്ലക്സ് ചേഞ്ചാണ് എന്തിനെ ഉണ്ടാക്കിയത്, വോൾട്ടേജിനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഫ്ലക്സ് ചേഞ്ചിനെയാണ് ഒപ്പോസ് ചെയ്യേണ്ടത്. നമുക്ക് ഫ്ലക്സ് കൂടുകയോ കുറയുകയോ ആണ് ചെയ്തത്. ഇപ്പം ഞാൻ പറയുകയാണ് ഫ്ലക്സ് കൂടിയപ്പോൾ വോൾട്ടേജ് ഉണ്ടായെങ്കിൽ എൻ്റെ കറണ്ട് വോൾട്ടേജ് ഉണ്ടായിട്ട് ആ കറണ്ട് ഉണ്ടാകുമ്പോൾ ആ കറണ്ട് ആ കൂടിയ ഫ്ലക്സിനെ കുറയ്ക്കാനാണ് നോക്കേണ്ടത്. കുറയ്ക്കാൻ നോക്കണമെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് എന്തായിരിക്കണം, ഫ്ലക്സ് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണമെങ്കിൽ വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ വിൽ ബി നെഗറ്റീവ്. ഓക്കെ, n phi d phi by dt, d by dt of n phi ഏത് ഡയറക്ഷൻ എങ്ങനെയാണോ കൂടുതലാണെങ്കിൽ അതിനെ കുറയ്ക്കാനാണ് ഈ വോൾട്ടേജ് ശ്രമിക്കുക. ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി വോൾട്ടേജ് കാരണം ഉണ്ടാകുന്ന കറണ്ട്. ഓക്കെ, അതേപോലെ ഇത് കൂടുകയാണ് ചെയ്തതെങ്കിൽ n phi കുറയാണ് ചെയ്തതെങ്കിൽ ആ കുറയുന്ന n phi നെ കൂട്ടാനാണ് ആര് ശ്രമിക്കേണ്ടത്, ഇയും അതുവഴി ഐയും ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇതാണ് ബേസിക് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, whenever the flux linked to the conductor changes, a voltage is induced and EMF is induced in the conductor. Okay, ആ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ആ EMFിൻ്റെ വാല്യൂ എങ്ങനെയിരിക്കും, E will be equal to d by dt of n phi, ഫ്ലക്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈമിനനുസരിച്ചുള്ള ചേഞ്ച്, അതാണ് ഡി ബൈ ഡി ടി. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഈ n phi ആണ് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ലെൻസസിലോ എന്ത് പറഞ്ഞു, ദ ഡയറക്ഷൻ ഓഫ് ദ EMF വിൽ ബി സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ കോസ് ഓഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ്റെ കോസ് എന്തായിരുന്നു, കാരണം എന്തായിരുന്നു, n phi വന്ന ചേഞ്ച് ആണ്, അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ്. സോ വിൽ ഹാവ് എ നെഗറ്റീവ് സൈഡ്. ഓക്കെ, സോ EMF is given by minus of n into d phi by dt, അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് n phi എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറേഷൻ ഓഫ് AC യിലത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ പറയാനുള്ളത്. ഇനി എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് വേണം, ഏറ്റവും ബേസിക് ആയിട്ട് നമുക്കൊരു കണ്ടക്ടർ വേണം. ആ കണ്ടക്ടറിനെ എടുത്തൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യണം, നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ മേലെ ലിങ്ക് ചെയ്യുന്ന കോയിലിൻ്റെ മേലെ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പം ഞാൻ പറയാണ്, ഇതാണ് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഇതുപോലൊരു മാഗ്നറ്റിക് ഫീൽഡ്, ഫ്ലക്സ് മേലെയാണ് നോർത്ത് പോള്, ഇങ്ങനെയാണ് ഫ്ലക്സ്, ഇതാണ് എൻ്റെ ഫ്ലക്സ് പാത്ത്, എൻ്റെ റെഫറൻസ് ആക്സിസ്. ഞാനിവിടെ ഒരു കോയിൽ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഒരു കോയിലിനെ ഞാനവിടെ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഫ്ലക്സിൻ്റെ പാത്ത്. അപ്പം എന്താണ്, ഈ കോയിൽ ഇവിടെ വെക്കുകയാണ്. അപ്പം ഈ ഫ്ലക്സ് ഈ കണ്ടക്ടറിൻ്റെ മേലെ ഇപ്പോൾ ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ കണ്ടക്ടറിനെ ഞാൻ ഇതുപോലെയാണ് ഒരു കണ്ടക്ടർ വെക്കുകയാണെങ്കിൽ ഈ കണ്ടക്ടറിനെ ഞാനിത് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയെന്ന് വിചാരിക്കും. ഇതായിരുന്നു പ്ലെയിൻ. ഈ പ്ലെയിനിൽ ഞാൻ ആ കണ്ടക്ടറിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ആ കണ്ടക്ടർ ഇതുപോലെ, ഇതാണ് ആ കണ്ടക്ടർ. ആ കണ്ടക്ടറിനെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ് ആംഗുലാർ വെലോസിറ്റി ആണ്, ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ് ആംഗുലാർ വെലോസിറ്റിയിൽ ഞാൻ ആ കണ്ടക്ടറിനെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഇതായിരുന്നു അവസ്ഥ. റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് അതിനെ ഞാൻ പല ആംഗിൾസ് അല്ലേ, ഇപ്പം ഒരു തീറ്റ ആംഗിളിലാണ് ആദ്യം ഒരു പെർട്ടിക്കുലർ പൊസിഷൻ, അത് ഇതുപോലത്തെ ഒരു പൊസിഷനാണ് ആദ്യം എടുത്തത്. ഓക്കെ, ഒരു തീറ്റ ആംഗിൾ അത് റൊട്ടേറ്റ് ചെയ്യാണ്. ഒമേഗ റേഡിയൻ പെർ സെക്കൻഡിൽ തീറ്റ ആംഗിൾ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത് ഇത് പെർപെൻഡിക്കുലർ ആവുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിൽ അതിൽ മാക്സിമം ഫ്ലക്സ് അതിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഐ മീൻ ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കണ്ടക്ടർ എന്ത് ചെയ്യാണ്, കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്ത് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുമ്പോൾ
തീറ്റ 0 ആയിരിക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം ഫ്ലക്സ് ലിങ്കേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി തീറ്റ പെർപെൻഡിക്കുലർ ആവുന്ന 90 ഡിഗ്രി ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആ പ്ലെയിനിൽ നമുക്ക് കണ്ടക്ടറിന്റെ പ്ലെയിനിൽ ഫ്ലക്സ് ഒന്നും ലിങ്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ഫൈനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഫ്ലക്സ് വേവിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഞാൻ പറയാണ് ഫൈനെ ഞാൻ ഫൈ എം കോസ് തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യാണ് വെക്കുക. ഓക്കെ, കോസ് തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. കോസ് 0 = 1 അല്ലേ? അപ്പോൾ മാക്സിമം ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നത് തീറ്റ 0 ആവുന്ന സമയത്ത് മാക്സിമം ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നുണ്ട്. മിനിമം ഫ്ലക്സ് ലിങ്കേജ് എപ്പോഴാണ്? തീറ്റ തിരിഞ്ഞ് 90 ഡിഗ്രി എത്തിയപ്പോൾ മിനിമം ഫ്ലക്സ് ലിങ്കേജ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഇതാണ് എൻ്റെ ഫ്ലക്സ്. ഇനി ഫാരഡേസ് ലോ വഴി ഈ ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞു അല്ലേ? സോ EMF, ആ EMFനെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആ EMFനെ E = എന്താണ് പറഞ്ഞു? എന്താണ്? മൈനസ് d∅dt ഓഫ് n∅ എന്ന് പറഞ്ഞു അല്ലേ? ദാറ്റ് ഈസ് മൈനസ് എന്ത് പറയാം? ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലക്സ് എന്താണ്? ഫൈ എം കോസ് തീറ്റയാണ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫൈ എം കോസ് തീറ്റയാണ് അല്ലേ? അപ്പം എനിക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ ഞാൻ ഒരു സിംഗിൾ ടേൺ കോയിലാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. n = 1 ആണ്. അപ്പം എനിക്ക് എന്തെഴുതാം? E = മൈനസ് ഓഫ് d/dt ഓഫ് ഫ്ലക്സ് എന്ന് ഞാൻ എഴുതുകയാണ്. ഓക്കെ, കോസ് തീറ്റൻ എനിക്ക് എങ്ങനെ എഴുതാം? ഫൈ എം കോസ് ω t എന്ന് എഴുതാം. തീറ്റ = ω t. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ഇൻറ്റു ടൈം, അങ്ങനെ എഴുതാം. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. തീറ്റ = ω t എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? E = മൈനസ് ഓഫ് d/dt ഓഫ് എന്താണ്? ഫൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫൈ എം കോസ് ω t. ഇനി എനിക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലേ? കോസ് ω ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? മൈനസ് സൈൻ ω എന്ന് കിട്ടും. ഇൻറ്റു ω t കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കാരണം വിത്ത് റെസ്പെക്ട് ടു ടി ആ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ഇതിനകത്ത് ω t ആണ്. അപ്പോൾ എന്താ എഴുതാം? മൈനസ് ഓഫ് ഫൈ എം കോൺസ്റ്റൻ്റ് ആണ്. ഫൈ എം എനിക്ക് പുറത്തെടുക്കാം. ഇനി കോസ് ω ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? മൈനസ് സൈൻ ω t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ω എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് ഓഫ് ω ഇൻറ്റു ഫൈ എം. ഇപ്പോൾ ഈ മൈനസും കൂടി ഉണ്ട്. സൈൻ ω t മൈനസ് പ്ലസ് ആം. സോ E = ω ഇൻറ്റു ഫൈ എം ഇൻറ്റു സൈൻ ω t. ഓക്കെ, ഇനി ഒമേഗനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ω = ആംഗുലാർ വെലോസിറ്റി. ഒമേഗനെ 2πf എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. വെർ f is the frequency. സോ E = 2πf ഇൻറ്റു ഫൈ എം ഇൻറ്റു സൈൻ ω t. ഇപ്പം n = 1 ആണ്. അപ്പം അങ്ങനെ അല്ലാത്തൊരു കേസ്, n നമ്പർ ഓഫ് ടേൺസിലെ കേസിൽ EMF ഇക്വേഷൻ E = എങ്ങനെ എഴുതാം? n ഇൻറ്റു ω ഇൻറ്റു ഫൈ എം ഇൻറ്റു സൈൻ ω t. ഓക്കെ, ഇതാണ് ഫാരഡേസ് ലോ വഴി ഒരു കണ്ടക്ടറിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. E = nω∅m ഇൻറ്റു സൈൻ ω t. ഓക്കെ, ഇനി ഈ nω∅m നമുക്ക് എന്തെഴുതാം? ഞാൻ എഴുതുകയാണ് nω∅m ഞാൻ EM എന്ന് എഴുതാണ്. സൈൻ ω t. EM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർ EM ഇസ് ദ maximum value of generated EMF. maximum value of generated EMF. ഇതാണ് ജനറേറ്റ് ചെയ്യുന്ന ഫാരഡേസ് ലോ വഴി ജനറേറ്റ് ചെയ്യുന്ന EMFൻ്റെ ഇക്വേഷൻ. E = EM sin ω t. ഇറ്റ് ഇസ് എ സിനുസോയിഡൽ വേവ് അല്ലേ? ഒരു സൈൻ ഫാഷനിൽ വേരി ചെയ്യുന്ന ഒരു വേവാണ് നമുക്ക് കിട്ടിയത്. E = EM sin ω t. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജനറേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. നമ്മളൊരു കണ്ടക്ടർ എടുത്തിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടറിനെ പ്ലേസ് ചെയ്തിട്ട് അതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യാണ്. ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവുന്നുണ്ട്? ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനകത്തൊരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ EMFൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗിവൺ ബൈ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അല്ലേ? അപ്പോൾ അതുവഴി ഞാൻ E = മൈനസ് ഓഫ് d/dt ഓഫ് ഫൈ എന്ന് എഴുതി. ഇനി ഫൈ = ഫൈ എം കോസ് ω t എന്ന് എഴുതി. ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇതുപോലൊരു ഇക്വേഷൻ വന്നു. ഇത് n = 1 ഞാൻ ആദ്യം ഇക്വേഷൻ എഴുതിയത്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇൻറ്റു n എഴുതാം. ഓക്കെ, n എന്ന് എഴുതാം, ഒരു പ്രശ്നമില്ല. ഓക്കെ,
ഇവിടെ ഒരു സിംഗിൾ കണ്ടക്ടർ വെച്ചു എന്നുള്ളൊരു ഇതിൽ അസംഷനിൽ സിംഗിൾ ടേൺ കോയിൽ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, n നമ്പർ ഓഫ് ടേൺസ് ആണെങ്കിൽ ഇക്വേഷനിൽ ഒരു n കൂടെ വരും. E is equal to n omega phi m into sin omega t. ഇനി n omega phi m എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ് അല്ലേ, കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ആണ്. ഫൈൻ്റെ ഫ്ലക്സ് ഫൈ എം കോൺസ്റ്റന്റ് ആണ്, അതേപോലെ n കോൺസ്റ്റന്റ് ആണ്. അതിന് എനിക്ക് എന്തെഴുതാം, ഈ m എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, മാക്സിമം വാല്യൂ ഓഫ് ഇ എം ഇൻറ്റു സൈൻ ഒമേഗ ടി. അപ്പം ഇതാണ് ജനറേറ്റഡ് ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ ബേസിക് ഇക്വേഷൻ. E is equal to em sin omega t.